യുദ്ധക്കളത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണിത്. ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഡ്രോണുകൾക്ക് ഇന്ന് നിർണായക സ്ഥാനമാണുള്ളത്. ഈ സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ പിടിമുറുക്കി കഴിഞ്ഞു. അപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വിടവ് നികത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. തദ്ദേശീയമായി അത്യാധുനിക ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ് ഇന്ത്യ നടത്തുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ദീർഘദൂരശേഷിയുള്ള ഡ്രോണുകൾ ഇനി മുതൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കും. ഇന്ത്യയുടെ ഈ പദ്ധതി പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. ഇതുവരെ ഇന്ത്യ തങ്ങളുടെ ആളില്ലാ സംവിധാനങ്ങളുടെ മിക്കവാറും എല്ലാ പതിപ്പുകൾക്കും ആവശ്യമായ എഞ്ചിനുകൾ വിദേശ കമ്പനികളെ ആശ്രയിച്ചാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ പതിറ്റാണ്ടുകൾ നീണ്ട ആശ്രിതത്വം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. പുതിയ കരാർ പ്രകാരം NAL ആയിരിക്കും സാങ്കേതിക വിദ്യ കൈമാറുകയും ഡ്രോണുകൾ വികസിപ്പിക്കുകയും ചെയ്യുക. അതേസമയം സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആയിരിക്കും രാജ്യത്തും വിദേശത്തുമുള്ള നിർമ്മാണത്തിനും വിപണനത്തിനും മേൽനോട്ടം വഹിക്കുക. ആദ്യഘട്ടമെന്ന നിലയിൽ വാങ്കൽ എഞ്ചിൻ സാങ്കേതികവിദ്യ ദീർഘദൂര ഡ്രോണുകളിലേക്ക് മാറ്റും. 9 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. മാത്രമല്ല, ഏകദേശം 900 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇതിനായുള്ള പരീക്ഷണങ്ങൾ ഉടനുണ്ടാകും. ഈ ഡ്രോണുകൾക്ക് ആധുനിക യുദ്ധക്കളത്തിലെ കടുത്ത വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുണ്ട്. GPS പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലും ഈ ഡ്രോണിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ഈ പുതിയ കണ്ടുപിടുത്തം ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായിരിക്കും. ശത്രുവിന്റെ ഉയർന്ന റെസല്യൂഷൻ റഡാറിൽ നിന്നും ഇൻഫ്രാറെഡ് സിഗ്നലുകളിൽ നിന്നും രാജ്യത്തെ കാക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. റഡാർ ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ 97% വരെ കുറയ്ക്കുന്ന ഒരു അതുല്യമായ തദ്ദേശീയ കോട്ടിംഗ് മെറ്റീരിയലാകും ഡ്രോണുകളിൽ ഉപയോഗിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായുള്ള ഈ പദ്ധതി പ്രതിരോധ മേഖലയിൽ വലിയ കരുത്തു പകരും. ആഭ്യന്തര നിർമ്മാതാക്കളെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഇത് വഴി തുറക്കും. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം ചരിത്രപരമാണ്. വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയെ വിജയകരമായി സംയോജിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണത്തിന് പുതിയ ദിശാബോധം നൽകും. മേക്ക് ഇൻ ഇന്ത്യയുടെ ചിറകിലേറി അതിവേഗം മുന്നേറുന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള മഹത്തായ ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പദ്ധതി.